തൊടുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരവുമായി ബി.ജെ.പി. കൗൺസിലർമാർ. നഗരസഭയിലെ എ.ഇ. നിയമനത്തിൽ സംസ്ഥാന സർക്കാർ തൊടുപുഴയോട് അവഗണന കാണിക്കുന്നതായി ആരോപിച്ചായിരുന്നു ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. കഴിഞ്ഞ 7 മാസത്തോളമായി തൊടുപുഴ നഗരസഭയിൽ എ.ഇ. നിയമനം ഒഴിഞ്ഞുകിടന്നിട്ടും നിയമനം നടത്താതെ സംസ്ഥാന സർക്കാർ തൊടുപുഴയോട് അവഗണന കാണിക്കുന്നതായി ആരോപിച്ചായിരുന്നു ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. കഴിഞ്ഞ വർഷം ജൂണിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന സി.ടി. അജിയെ കൈക്കൂലിക്കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒഴിവു വന്ന തസ്തികയിൽ ഇതുവരെയും പകരം നിയമനം നടത്തിയിട്ടില്ല. നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അടക്കം ഇടതുമുന്നണി നേതാക്കളായിരിക്കെ കഴിഞ്ഞ ദിവസം പുതിയ 93 എ.ഇമാരെ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രമോഷൻ നൽകി നിയമിച്ചെങ്കിലും തൊടുപുഴ നഗരസഭയെ അവഗണിച്ചതായാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇതിനാൽ നഗരത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഒരു പ്രവൃത്തി തുടങ്ങാൻ പോലും ആയിട്ടില്ലെന്നും ബി.ജെ.പി. കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. 7 മാസക്കാലമായി ഇല്ലാതെ ഈ നഗരസഭയിലെ വികസനം സ്തംഭനത്തിലാണ്. ഈ വർഷത്തെ ഒരു പദ്ധതികൾ പോലും ഇവിടെ തുടങ്ങുവാൻ സാധിച്ചിട്ടില്ല. 2024-25 സാമ്പത്തിക വർഷത്തിലെ ഏതാണ്ട് എല്ലാ വർക്കുകളും തീരേണ്ടതാണ്. ഒന്നുപോലും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തൊടുപുഴ നഗരസഭയിലെ ഒരു ദുരവസ്ഥ. പദ്ധതി നിർവഹണം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ഇടതുപക്ഷ സർക്കാർ തൊടുപുഴ നഗരസഭയോട് ചിറ്റമ്മ നയമാണ് ആവർത്തിക്കുന്നതെന്നും ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭ കാര്യാലയത്തിന് മുന്നിൽ കൗൺസിൽ ബഹിഷ്കരിച്ച് നടത്തിയ സമരത്തിൽ കുറ്റപ്പെടുത്തി. പാർലമെന്ററി പാർട്ടി ലീഡർ ടി.എസ്. രാജന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പി.ജി. രാജശേഖരൻ, ബിന്ദു പത്മകുമാർ, ജിഷ ബിനു, കവിത വേണു, ശ്രീലക്ഷ്മി സുദീപ്, ജയലക്ഷ്മി ഗോപൻ, ജിതേഷ് സി ഇഞ്ചക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. എല്ലാത്തും ഇന്റർനെറ്റായേ നാട് മുഴുവൻ ഡിജിറ്റൽ നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ് എന്നാ സ്പീഡാ കേരള മിഷൻ എല്ലാവർക്കും ഇന്റർനെറ്റാ എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.